ബാക്ക് ടു 96 എന്ന കൂട്ടായ്മയുടെ മൂന്നാമത്തെ സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ അധ്യക്ഷയായി ഷന്ന വിപിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അനുസ്മരണം രാജേഷ് കെൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ശ്രീജിത്ത് മാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് വേണ്ടി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സുജിത് സി, പ്രമീള, അഭിലാഷ്, സജിന അവരെയും ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നന്ദി ജിഗി ഒഞ്ചിയം, ജിഗിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷനില വിപിയെ ആദരപൂർവ്വം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ മൂന്നാമത്തെ കൂട്ടായ്മ 96-ന്റെ മൂന്നാമത്തെ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണത്തിനായി രാജേഷ് ഈ സംഗമത്തിൻ്റെ ആദരണീയരായ ഉദ്ഘാടകർ, ഏറെ പ്രിയപ്പെട്ട സ്റ്റീവ് ജോയ് അവർകളും, ഏറെ പ്രിയപ്പെട്ട സഹോദരൻ, അനുസ്മരണം 1996 കതിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ തിരുമുറ്റത്ത് നിന്നും വ്യത്യസ്ത ഇടങ്ങളിലേക്ക് വഴി പിരിഞ്ഞു പോയ സ്കൂൾ ജീവിത കാലയളവിൽ നമ്മെ നന്മയിലേക്ക് നയിച്ച നിരവധി അധ്യാപകരും വഴികളിൽ ചിഹ്നിത്തെറിച്ചു പോയവരാണ്. കാലം കടന്നു പോകുന്നതിനിടയിൽ നമ്മോട് വിട പറഞ്ഞ ഒട്ടനവധി അധ്യാപകരും ഉണ്ട്. ഈ നീണ്ട 28 വർഷത്തിനിടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അധ്യാപകരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കാതെ നമുക്ക് മുന്നോട്ട് കടന്നു പോവുക അസാധ്യമാണ്. ഈ കൂടിച്ചേരൽ വേളയിൽ തിരിച്ചു വരാനാവാത്ത വിധം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കുറച്ച് ഓർമ്മപ്പൂക്കളുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ അംഗമായിരിക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുഹമ്മദ് സഹീർ, കതിരൂരിന്റെ നിറസാന്നിധ്യമായിരുന്ന CH നഗറിലെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സജേഷ്, എന്നും ചിരിച്ചും കളിച്ചും കലാലയ ജീവിതം തന്നെ മരണം വരെ നയിച്ച രജീഷ് നമ്പൂതിരി, പൊന്നിൻ സഹാബിയിൽ യാത്രകൾക്കിടയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന മൊയ്തീൻ, പുല്ലോട് CH നഗറിലെ കതിരൂർ സംസ്ഥാന ബാങ്ക് ജീവനക്കാരിയായിരുന്ന ശ്രീജിത ക്യാൻസർ എന്ന മഹാവ്യാധിക്ക് കീഴടങ്ങി.
എന്നും എപ്പോഴും സൗമ്യഭാവമായി മാത്രം കാണപ്പെട്ടിരുന്ന ഒരു വാഹനാപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട നൗഫൽ, തലശ്ശേരിയിലെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരവേ അകാലത്തിൽ പൊലിഞ്ഞുപോയ കാരക്കുന്നിലെ ധനീഷ്, ഓർമ്മകളുടെ നൊമ്പരം ഇന്നും സഹപാഠികൾക്ക് സമ്മാനിച്ച് പഠനകാലത്ത് തന്നെ ഒരപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സമീർ, കോവിഡ് മഹാമാരി മൂലം നമ്മളിൽ ഒരുവനായ നമ്മുടെ പ്രിയ സുഹൃത്ത്, ഒരു നാടിന്റെ ഹൃദയം കീഴടക്കിയവൻ, മലാലിന്റെ നിറസാന്നിധ്യം റെയിലിൽ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ജീവിതത്തിന്റെ താളം കണ്ടെത്തുവാൻ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോൾ വഴിയോരങ്ങളിൽ കണ്ടുമുട്ടുന്ന വേളകളിൽ സൗഹൃദം പുതുക്കുവാൻ നിഷ്കളങ്കതയോടെ നമുക്കിടയിലേക്ക് കൂടി വരാറുള്ള അനീഷ് തന്റെ ജോലിക്കിടെ ഷോക്കേറ്റ് നമ്മോട് വിട പറഞ്ഞു. ജീവിതയാത്രയുടെ നാൾവഴികളിൽ വാഹനങ്ങളുടെ ചീറിപ്പായലുകൾക്കിടയിൽ പെട്ടുപോയ വളയം പിടിക്കുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സത്യജിത്ത് കോട്ടയം പോയി. ചില വേർപാടുകൾ നൊമ്പരങ്ങളുടെ സ്വയം തിരിഞ്ഞടങ്ങലുകളാണ്. നാം ഓരോരുത്തരും ഭാര്യയും ഭർത്താവുമാണ്. സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും തൂവൽ സ്പർശങ്ങൾ പരസ്പരം കൈമാറേണ്ടവർ. ഗാർഹിക പീഡനത്തിന്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ എനിക്കിറങ്ങിയ പ്രിയ കൂട്ടുകാരി സജിന, ജീവിതത്തിന്റെ നാൾവഴികളിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കതിരൂർ വേറ്റുപുര സ്വദേശി അകാലത്തിൽ പൊലിഞ്ഞുപോയ സുകേഷ്, നാം എല്ലാം ജനിക്കുന്നത് പൂർണ്ണമായിട്ടല്ല. തന്റെ വൈകല്യങ്ങളെ പൊരുതി ജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വാഹനാപകടത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ റജില, ഇതിലൊന്നും പെടാതെ നമ്മളറിയാതെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ടാകാം. അവർക്ക് മുന്നിലും ഒരു പിടി കെട്ടുനീർ പൂക്കൾ അർപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവില്ല. വേർപാടുകളെന്നും തീരാവേദനയാണ്. ഇവരുടെ എല്ലാം വേർപാടിൽ ഈ സംഗമം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ലോകത്തെമ്പാടും നിരവധി പേരാണ് നമ്മോട് വിട പറഞ്ഞത്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് മുൻഗണന നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിൽ മരണമടഞ്ഞ ആരോഗ്യ പ്രവർത്തകർ, നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ, നമ്മുടെ നാടിനെ മുൻകുനിയിൽ നിർത്തിയ നിപ്പ പോലുള്ള മാരക രോഗങ്ങളിൽ മരണമടഞ്ഞവർ, വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളെയും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ടവർ, മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർ, അതോടൊപ്പം 2 ദിവസം മുന്നേ നമ്മെ വിട്ടുപിരിഞ്ഞ മലയാള സിനിമയിലെ അമ്മകളത് അഭിയുൽപ്പന്നമാണ്. ഇന്നലെ നമ്മോട് വിട പറഞ്ഞ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് എം ലോറൻസ് തുടങ്ങി അറിയപ്പെടുന്നതും അല്ലാത്തതുമായ എല്ലാ മനുഷ്യസ്നേഹികളുടെയും ദേഹവിയോഗത്തിൽ ഈ സംഗമം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരു മിനിറ്റ് നേരം മൗനമാചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാച്ചിലെ വിദ്യാർത്ഥികളെ, അതിൻ്റെ സംഘാടകരെ, ഇവിടെ എത്തുമ്പോഴാണ് ഈ ബാച്ച് 96 എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പല മുഖങ്ങളും ഒരു കാലത്ത് നമ്മുടെ മുമ്പിൽ വിദ്യാർത്ഥികളായി ഇരുന്നവരാണ് എന്നത് ഏറെ സന്തോഷം തരുന്നവരാണ്. അക്കാലത്ത് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ
നിങ്ങളോട് വലിയ സ്നേഹത്തിലൊന്നും പെരുമാറിയിട്ടുണ്ടാവില്ല. കാഠിന്യവും വളരെ ഗൗരവത്തിലായിരിക്കാം അക്കാലത്ത് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവുക. എന്നാലും നിങ്ങളെല്ലാം ഇന്നിവിടെ ഒത്തുചേർന്ന് വെള്ളയും എല്ലാം വിട്ട് ടാഗെല്ലാം അണിഞ്ഞ് വളരെ ഹാപ്പിയിൽ കാണുമ്പോൾ ആ സന്തോഷം വേഴ്സ്വർത്ത് പറഞ്ഞതുപോലെ, വേഴ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിതയിൽ സൂചിപ്പിച്ചതുപോലെ, ഡാഫോഡിൽസ് ഇങ്ങനെ ആടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലായി. ഡാഫോഡിൽസ് എന്ന് പറഞ്ഞൊരു കവിത 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വേഴ്സ്വർത്തിന്റെ ആ ഡാഫോഡിൽസ് ഇങ്ങനെ ആടുന്ന കാണുമ്പോൾ കവി പറയാണ്, എൻ്റെ മനസ്സിലേക്ക് ആ സന്തോഷം കയറി വരികയാണ്. ഐ ആം ലോയിറ്ററിംഗ് ത്രൂ ദ സ്കൈ എന്ന് പറഞ്ഞിട്ട് ആ കവിത ആരംഭിക്കുന്നു. അതുപോലെ ഈ ഡാഫോഡിൽസിനെ കാണുമ്പോൾ, ഈ പൂവിനെ കാണുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാണിക്കുമ്പോൾ അതിന്റെ സന്തോഷത്തും ഇന്ന് തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തേക്ക് ഒരു എനർജി ആയിട്ട് മനസ്സിലുണ്ടാവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത്. പല ബാച്ചുകളും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കതിർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുക. എനിക്കുള്ളൊരു സങ്കടം, നമ്മളെ ബാച്ച് മാത്രം ഇതുവരെ സംഗമിച്ചില്ല. നമുക്കൊരു ബാച്ചുണ്ട്, ആ ബാച്ച് ഇതുവരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരുപാട് പേർ ഇന്ന് വിവിധ മേഖലയിൽ ജീവിക്കുന്നവരാണ്. അവരെല്ലാം ഒന്ന് കാണാനും സംസാരിക്കാനും ഈ സൗഹൃദം പങ്കിടാനും അങ്ങനെ ഒരു അവസരമില്ലാത്തതിന്റെ സങ്കടം നിങ്ങളെ ഈ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഈ എല്ലാ കൂട്ടായ്മകളും കരുതലും കാവലും കൈത്താങ്ങുമാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ സൂചിപ്പിച്ചിട്ടുണ്ട്, ലൈഫ്, വാട്ട് ഈസ് ലൈഫ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഡെഫിനിഷൻ കൊടുത്ത ആളാണ് ഷേക്സ്പിയർ. ആ ഷേക്സ്പിയർ സൂചിപ്പിച്ചത് ലൈഫ് ഈസ് ടെയിൽ ദാറ്റ് ആർ ഫിൽഡ് വിത്ത് ഫറി ആൻഡ് സൗണ്ട് ദാറ്റ് സിഗ്നിഫൈ നത്തിങ് എന്നാണ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒച്ചപ്പാടും ബഹളവും മാത്രം അടങ്ങുന്ന ഒരു സാധനമാണ് ജീവിതം. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ച് അർത്ഥം പറയാൻ ഒരാൾ കഴിഞ്ഞിട്ടുമില്ല. ഒരാൾ ഒരു അർത്ഥമാണ് പറഞ്ഞതെങ്കിൽ മറ്റൊരാൾ വേറൊരു അർത്ഥമാണ് പറഞ്ഞത്. ഈ ഭൂമുഖത്ത് ആരും എന്താണ് ഹാപ്പിയല്ല. പണ്ട് നിങ്ങൾ പഠിച്ച മാജിക് ഷേഡ് എന്ന് പറയുന്ന ആ കവിത എന്നെ അതിനൊരു ഉദാഹരണമാണ്. ഒരാളും ഒരു സ്ഥലത്തും ഹാപ്പിയല്ല. എല്ലാവരോടും ചോദിച്ചാൽ പറയൂ, എനിക്ക് ഇന്നേ പ്രശ്നമുണ്ട്, ഇന്നേ പ്രയാസമുണ്ട് എന്നാണ് പറയുക. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്തോ ആയിരുന്നിരുന്നതെന്തോ. ദിലീപും നാദിർഷയും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് നാദിർഷൻ ഒന്നാം തരം നടനായി തീരാൻ, ദിലീപിന് ഒന്നാം തരം സംവിധായകനാകണം എന്ന ആഗ്രഹത്തിൽ രണ്ടാളോട് വന്നു. ഇവിടെ എത്തിയിട്ട് നോക്കുമ്പം ദിലീപ് എന്താണ് സിനിമ നടനായിട്ട്, നാദിർഷ എന്താണ് സംവിധായകനുമായി മാറുക. കമ്പ്യൂട്ടറും പഠിച്ച് വളരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടുകൂടി ഗൾഫ് പോയാൽ അവിടെ നിന്നാണ് ചിലപ്പോൾ കമ്പി വളക്കേണ്ടി വരുന്ന ഒരു ലോകം. കമ്പി വളച്ചവൻ എന്താണ് ഗൾഫ് പോയാൽ ചിലപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ വിദഗ്ധനായി മാറുന്ന കാര്യം. ഒരാൾക്കും ഈ ലൈഫ് എന്താണ് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാധനമായി നിൽക്കുക. ആ പ്രവചിക്കാൻ പറ്റാത്ത ഈ ജീവിതത്തിൽ
ചിലർ വീട് പോവുകയാണ്. നിങ്ങളിപ്പോ ഇവിടെ അനുശോചനത്തിൽ കുറേ ആൾ പേര് പറഞ്ഞില്ല. അത് പറയുമ്പോൾ വല്ലാത്ത വേദന. നിങ്ങളെപ്പോഴും നിൽക്കേണ്ടവരാണ്. നിങ്ങളെപ്പോഴും നിൽക്കേണ്ടവരും നിങ്ങളെപ്പോഴും ആസ്വദിക്കേണ്ടവർ നേരത്തെ പറഞ്ഞ ഡാഫോഡിൽസായി ഇവിടെ ഇരിക്കേണ്ടവർ അവരെന്താണ് ഇന്ന് നിങ്ങളെപ്പോഴും ഇല്ല. അത് വേദനാജനകമാണ്. നിങ്ങളെപ്പോഴും ചിലർ വരാണ്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ സുന്ദരമായ ഈ വേളയിൽ പ്രാരാബ്ധവും പ്രയാസവും പ്രയാസങ്ങളിലുള്ള ഞാനെങ്ങനെ പങ്കെടുക്കാൻ പറ്റും എന്ന ഒരു ബോധം കൊണ്ട് അവർ മാറി നിൽക്കുന്നവരുണ്ടാവും. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. പ്രതിസന്ധിയിലായവരുണ്ടാവും. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാതെ നേരത്തെ പറഞ്ഞ പോലത്തെ ചില വിഷയങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. അവരെല്ലാം കണ്ടെത്തണം. അവർക്കെല്ലാം കൈത്താങ്ങായി നിങ്ങൾ മാറണം. നമ്മളെ ഒരുപാട് പേർ പറയുന്നത് ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവുണ്ട്. ഇന്ത്യക്ക് ഓസ്കാർ കൊണ്ടെത്തുന്ന ദിലീപ് കുമാർ എന്നറിയപ്പെടുന്ന AR റഹ്മാൻ. ഈ AR റഹ്മാൻ ഓസ്കാർ അവാർഡ് നേടിയ ടൈമിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എന്റെ പേര് AR റഹ്മാന്റെ പേര് ഒരു കാലത്ത് ദിലീപ് കുമാർ എന്നായിരുന്നു. ദിലീപ് കുമാർ എന്ന് പറയുന്ന ആ പയ്യന് സാമ്പത്തികമായിട്ടെല്ലാം വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അച്ഛന്റെ മരണത്തോടു കൂടിയിട്ട്. അച്ഛൻ ബാക്കി വെച്ചത് ചില സംഗീത ഉപകരണങ്ങൾ മാത്രമാണ്. സാമ്പത്തികമായിട്ട് ഒരു സഹായമില്ലാത്ത അവസ്ഥയായിരുന്നു അച്ഛന്റെ മരണത്തോടു കൂടിയിട്ട്. AR റഹ്മാൻ സംഗീതത്തിന്റെ ബാലപാഠങ്ങളെല്ലാം അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ അച്ഛൻ ബാക്കി വെച്ചിട്ടുള്ള ഈ സംഗീത ഉപകരണങ്ങൾ മറ്റു പലർക്കും വിറ്റിട്ടാണ്. അങ്ങനെ ജീവിതം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പല സംഗീത സംവിധായകന്മാരുടെ മുമ്പിലും AR റഹ്മാൻ പോയി ചോദിച്ചു, എനിക്ക് ഒരു അവസരം തരൂ എന്ന് പറയും. ആ സമയത്തെല്ലാം പലരും മനസാക്ഷിയില്ലാത്ത AR റഹ്മാനെ തട്ടിമാറ്റി. ആ സമയത്ത് AR റഹ്മാനെ കൈപിടിച്ച് കയറ്റിയത് കേരളത്തിലെ അർജുൻ മാഷാണ്. ആ അർജുൻ മാഷ്, സംഗീത സംവിധായകനായിട്ടുള്ള അർജുൻ മാഷാണ് AR റഹ്മാനെ സംഗീതത്തിലേക്ക്, ഈ സംഗീത സംവിധാനത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. ഓസ്കാർ അവാർഡ് നേടി ആ സമയത്ത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ എന്നും ഓർമ്മിക്കുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ഇടയിൽ കൈപിടിച്ചവർ, നമ്മളെ മുമ്പോട്ട് വലിച്ച സംഘടനകൾ, നമ്മളെ ഉയർത്തിയ ചില പ്രസ്ഥാനങ്ങൾ എല്ലാം ഓർക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാണ്. അങ്ങനെ ഓർക്കപ്പെടുന്ന പ്രസ്ഥാനമായിട്ട്, സംഘടനയായിട്ട്, കൂടിച്ചേരലായിട്ട് ഈ കൂടിച്ചേരൽ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം. കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് മമ്മൂട്ടി പറയുന്നത്, മമ്മൂട്ടിയുടെ ഒരു പുസ്തകമുണ്ട്, ചമയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നിങ്ങൾ വായിക്കാത്തതുകൊണ്ട് അതിന് എന്ത് തെറ്റും പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് എത്രയുണ്ട്, എത്ര ലിമിറ്റ് ഉണ്ട് എന്നറിയാം. കുറ്റപ്പെടുത്തുന്നില്ല. ഒരു അധ്യാപകൻ എന്ന രീതി സിനിസിസ്റ്റാണ്. സിനിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോഷേന്ദ്രിക്ക് എന്നാണ് അതിന്റെ അർത്ഥം. കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചമയം എന്ന് പറയുന്ന പുസ്തകത്തിൽ മമ്മൂട്ടി നടനായി വരുന്നതിന് വേണ്ടി കളിച്ചിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും മമ്മൂട്ടി പറയുന്നുണ്ട്. എല്ലാവരും ഫേമസ് ആയ എല്ലാവരും. ഞാനിതായിപ്പോ പത്രം എടുത്ത് നോക്കിയപ്പോ മലയാള മനോരമയിൽ സുശീൽ കുമാർ ഷിൻഡെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതകഥ, ഒരു ആത്മകഥ അതിനകത്ത് പറയുന്നു. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിന്റെ നേതാവ്, 10-13 പ്രാവശ്യം MP ആയാലും MLA ആയാലും രാജ്യസഭാംഗമായ അദ്ദേഹം ഒരു കാലത്ത് നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചും ദുരന്തങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞത് ഇപ്പൊ വായിച്ച
ചെയ്തില്ല. ആൾക്ക് അതിശയം തോന്നിപ്പോയി. ആൾക്കാരെ വേവലാതിപ്പെടുന്നതുകൊണ്ട് പ്രയാസം അനുഭവിക്കാത്തവരെ, ഇന്ന് വരാത്തവരെ എല്ലാം നിങ്ങൾ സംഘടിപ്പിക്കണം. ഇതൊരു ശക്തിയാണ്, ഒരു ധൈര്യമാണ്. നമുക്കതൊന്ന് പറ്റിയാൽ ഈ കൂട്ടായ്മയുണ്ടല്ലോ, ആ കൂട്ടായ്മ ഉണ്ടാവുമല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനൊരു ആവേശവും മുന്നോട്ട് പോകാനുള്ള കരുത്തും നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു പരിപാടിയും കൂടി പോകേണ്ടതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് സുഖമില്ലാണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുറേ പരിപാടിയായിപ്പോയി. അതുകൊണ്ട് ഏതായാലും ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ, ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഹാപ്പിയാണ്. അതേ ബാക്കിയുണ്ടാവും നിർത്തുകയാണ്. അഭിനന്ദനം. ഉദ്ഘാടകൻ ശ്രീജിത്ത് മാഷ്, നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം കൂട്ടുകാരൻ, ബാക്ക് ടു 96ന്റെ മൂന്നാമത്തെ സംഗമമാണ് നടക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് മാഷ് അവസാനിപ്പിച്ചെന്ന ഒരു കാര്യം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാലത്ത് നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ശ്രീജിത്ത് മാഷ് പറഞ്ഞ പോലെ അധ്യാപകരോട് ഒരുപാട് ഇന്റിമസി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലമൊന്നും ആയിരുന്നില്ല. അധ്യാപകരോട് പലപ്പോഴും ബഹുമാനത്തേക്കാൾ കൂടുതൽ ഭയമായിരുന്നു. കാരണം ആ കാലത്ത് ഉപദ്രവം കൂടുതലായിരുന്നു വിദ്യാർത്ഥികളോട് അധ്യാപകർക്ക്. ഇല്ല എന്ന് നമുക്കായിരിക്കും പറയാൻ പറ്റില്ല. നമ്മളെ പല രീതിയിലും ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചത്. അധ്യാപകർ അടിച്ചിട്ടും തൊഴിച്ചിട്ടും സ്ഥാനത്തും അസ്ഥാനത്തും നുള്ളിയിട്ടും നമുക്ക് ആ സമയത്ത് ആ അബ്യൂസൊന്നും പലപ്പോഴും സ്ത്രീകൾക്ക് മനസ്സിലാവാത്തൊരു കാലം. നമ്മളെ ആ തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പല അധ്യാപകരും. നമ്മുടെ ബ്ലൗസിനുള്ള കയ്യിൽ നിന്നുള്ള ഇതൊക്കെ അനുഭവിക്കാത്ത സ്റ്റുഡൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. പഠിക്കുന്ന ഒരു 3-4 കുട്ടികളോട് മാത്രം ഇഷ്ടമുണ്ടായിരുന്ന ഒരു അധ്യാപക സമൂഹമുള്ള കാലത്തായിരുന്നു നാം ഉണ്ടായത്. അതിൽ നിന്ന് വിഭിന്നമായ കുറച്ച് അധ്യാപകരുണ്ട്, വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന അധ്യാപകരെ അതിൽ നിന്ന് വിഭിന്നമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം വിളിച്ചു പറയാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എൻ്റെ മോൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അധ്യാപകരെ കൂടുതൽ സൗഹൃദത്തോടെ കാണുകയും ഇന്റിമേറ്റായി കാണുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇന്നത്തെ തലമുറയുടെ. ഇന്ന് റിയലി പറഞ്ഞാൽ അന്ന് നമുക്ക് അധ്യാപകരുടെ അടിഭയന്നിട്ട് തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് തെറ്റുകൾ ടീച്ചറുടെ ഭാഗത്താണെങ്കിൽ എൻ്റെ മോൾ ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പ്രതികരിക്കും. അത് അധ്യാപകർക്കും ബോധമുണ്ട്. അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതികാര നടപടി നേരിടൂലെന്നുള്ളത് ഒരു ധൈര്യം നമ്മളെ പോലെയുള്ള അന്ന് അനുഭവിച്ച വിദ്യാർത്ഥികളായിരുന്ന നമ്മളെ പോലെയുള്ളവരിലേക്ക് അവർക്ക് കുട്ടികൾക്ക് ആ പ്രചോദനം കിട്ടും. അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയാണ് നിൽക്കുക, അധ്യാപകരുടെ കൂടെയല്ല. ഒരു കാലത്ത് നമ്മളെയൊക്കെ അധ്യാപകരോട് നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് തല്ലാനായിരുന്നു. മക്കളെ തല്ലണം, വഴക്ക് പറയണം എന്നായിരുന്നു. ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം കൃത്യമായിട്ട് അധ്യാപകരോട് പറയാറുണ്ട്, തല്ലേണ്ട കാര്യമില്ല, ഞാൻ തല്ലാത്ത എൻ്റെ മോളെ നിങ്ങളും തല്ലണ്ട എന്ന് തന്നെ
തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കണം അഭിപ്രായം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ തല്ലേണ്ടതില്ല. അത് ഒരു ചെറിയൊരു ഉദാഹരണം. ഇപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. എൻ്റെ മോള് ലൂക്ക കോൺവെന്റിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഹോംവർക്കുകൾ അവർ കൊടുത്തിട്ടായിരുന്നു. അത് LKG പഠിക്കുന്ന സമയത്ത് ഹോംവർക്ക് കൊടുത്തിട്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊടുത്തപ്പോൾ ഞാൻ ചെയ്യാണ്ട് വിട്ടു 2-3 ദിവസം. ഇപ്പൊ ടീച്ചർ എന്നോട് വിളിച്ചു ചോദിച്ചു അല്ല, ഞാൻ ടീച്ചറോട് ഒരു വാക്യം പറഞ്ഞു, മോള് ഈ സമയത്ത് വരുന്നത് കളിക്കാനും അത്യാവശ്യം സ്കൂളിൽ പോകാനുള്ള ശീലം വേണ്ടിയിട്ടാണ്. ദേവി എന്നിട്ട് എൻ്റെ മക്കൾ ഹോംവർക്ക് കൊടുക്കണ്ട, അവളെ കൊണ്ട് ഞാനത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വീട്ടിൽ വന്നിട്ടും പഠിക്കേണ്ട പ്രായമായിട്ടില്ല എന്ന തിരിച്ചറിവ്. പക്ഷെ ഇന്നത്തെ ചില തലമുറയെങ്കിലും അങ്ങനെ കാണുന്നില്ല. കുട്ടികൾ 3 വയസ്സ് കഴിഞ്ഞ് 4-ാമത്തെ വയസ്സിൽ LKG പോകുമ്പോൾ തന്നെ വലിയൊരു ബാണ്ടക്കെട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ രാത്രി 8 മണി വരെ ചെയ്യാനുള്ള ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. വേണ്ട എന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന ഒരു സമൂഹത്തിലൂടെ നമ്മൾ വളർന്നു വന്നാലേ നമ്മൾ ഇന്ന് നിൽക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് കുട്ടികൾ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ കൂടെ നിൽക്കണം. അങ്ങനെ കൂടെ നിർത്തിച്ചിട്ട് എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറയാൻ മക്കൾക്ക് പറ്റുന്ന ഒരു കാലം. ഇപ്പൊ 7ാം ക്ലാസ് പഠിച്ചിട്ട് എൻ്റെ മോൾ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പ്രപ്പോസൽ ചെയ്യുന്ന കാലത്തൊക്കെ ആ സമയത്ത് അവൾ ആദ്യം വന്ന് പറഞ്ഞത് അച്ഛനോട് അമ്മയോട് പറയാൻ മടിച്ചിട്ട് അവൾ വന്നിട്ട് ഇന്ന ആളെ എന്നോട് പ്രപ്പോസ് ചെയ്തു. അവർക്ക് പേടിയായിരുന്നു നമ്മൾ അവരെ എന്തെങ്കിലും ചീത്ത പറയും. അങ്ങനെയല്ല ആ സമയത്ത് ഞാനും പറഞ്ഞു കൊടുത്തത്, ഇപ്പോഴല്ലേ അവൻ പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കൊണ്ട് നല്ല സമയമാകുമ്പോൾ ആ സമയത്ത് നിന്നോട് അവൻ ഇഷ്ടമുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ആ സമയത്തും അവൻ നല്ല ആയിട്ട് നിന്ന് നോക്കാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ആ സമയത്ത് ആലോചിച്ചാൽ പോലെ ഇപ്പോഴേതിനാ ആലോചിക്കുന്നത് എന്നായിരിക്കണം നമ്മൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. അല്ലാണ്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്താൽ ആ കുട്ടിയെ ചീത്ത പറയുകയും നമ്മുടെ മക്കളെ ചീത്ത പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആ കുട്ടികൾ അകന്നു പോകും. നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ വേണമെങ്കിൽ നമ്മൾ അവരെ കൂടെ നിൽക്കണം. അതിപ്പോ പ്രണയമായാലും സ്നേഹമായാലും സൗഹൃദമായാലും നമുക്ക് ശിക്ഷിച്ചിട്ടും ശാസിച്ചിട്ടുമാണ് കുട്ടികളെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നത് തെറ്റാണ്. ആ കാലം കഴിഞ്ഞു പോയി. മക്കൾക്ക് എല്ലാം അറിയുന്ന ഒരു കാലത്താണ്. നിങ്ങൾ മക്കൾ ഉണ്ടാക്കാൻ പഠിച്ചത് ഏത് പ്രായത്തിലാണെന്ന് വെച്ചാൽ അവർക്ക് ആ ബയോളജിക്കൽ പ്രോസസ് പോലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാലത്താണ് നിൽക്കുന്നതെന്നുള്ള ബോധം അച്ഛനും അമ്മക്കും വേണം എന്നതാണ്. അല്ലെങ്കിൽ ഒരു കാലത്ത് എന്താണോ മെൻസ്ട്രൽ പീരീഡിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് അതെല്ലാം ഇന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളൊരു ബോധം ഒരു അച്ഛനും അമ്മക്കും വേണം. അങ്ങനെയല്ല, എന്താണ് ഈ കാര്യം എന്ന് ആ ബയോളജിക്കൽ പ്രോസസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മുഖം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അച്ഛനും അമ്മയും കുട്ടിയാവാൻ പറ്റും. ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളാണ്. 96 കഴിഞ്ഞ പ്രായത്തിൽ നിന്ന് 42 വയസ്സോ 43 വയസ്സ് പോയാൽ നമ്മൾ കുട്ടികളല്ലാതെ ആവില്ല. നമ്മൾ കുട്ടികളാവണം. നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ ആ കുട്ടികളുടെ കൂടെ കളിക്കണം. നമ്മുടെ പ്രായം കൂടുന്നത് ഒരു നമ്പർ മാത്രമായി കണ്ട് നമുക്ക് ഇനിയും ഇതേപോലെ ഈ കൂട്ടായ്മയും ഇതിലും ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് വേണം നമുക്കൊരു കുടുംബം ഇതിൻ്റെ ഉള്ളിൽ കൂടി കെട്ടിപ്പടുക്കാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ബാക്ക് ടു 96ന്റെ 3ാമത്തെ വാർഷികമാണ് നമ്മുടെ കല്ലൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശ്രീത്ത് മാഷ് കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം തന്നെ നമുക്ക് ഉദ്ഘാടനം വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. കാരണം സാറ് ഓരോ വാക്കുകളിലും നമ്മളെ ഉൾത്തട്ടിക്കൊണ്ടാണ് മാഷ് സംസാരിക്കുന്നത്. നമ്മുടെ 96 കൂട്ടായ്മ എന്ന് പറഞ്ഞത് ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഉണ്ടാകണം. ഈ പരിപാടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കാൻ എക്സിക്യൂട്ടീവ് മെമ്പറായ പ്രമീലയെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു.